എല്ലാരും ചോദിക്കും. ഇപ്പൊ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സാറേ ഇങ്ങനെ ഒരു പരിപാടി നടത്തണേ? അവർക്ക് സംശയമുണ്ട്. ഇപ്പൊ എന്താണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഇതിനു വേണ്ടിയാണ് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണത്? എന്തുകൊണ്ടാ ഇതിന് പൈസ വെച്ച് ചെയ്യാവുന്ന നിങ്ങക്ക് നടത്താൻ പാടില്ലേ? ചോദിച്ചോണ്ടിരിക്കുക ആൾക്കാർ. ഇത് പല പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇത് എന്തുകൊണ്ടാണ്, എന്തിനാണ്? മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ സഫറിങ് നേരിടുന്ന കാലഘട്ടമാണ്. ഭയങ്കര കഷ്ടപ്പാടുകളുടെ കാലഘട്ടം. അത് പണത്തിന്റെ സഫറിങ് അല്ല, പണമില്ലായ്മയല്ല. പണം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ഭക്ഷണം കഴിക്കാനില്ലാത്ത വളരെ അപൂർവം ആളുകളെ ഉള്ളൂ. വളരെ അപൂർവം, അപൂർവങ്ങളിൽ അപൂർവം. ബാക്കി എല്ലാവർക്കും അത്യാവശ്യം അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ചേർത്ത് കഴിക്കുന്നുണ്ട്. ഭക്ഷണം കിട്ടാത്ത ബുദ്ധിമുട്ടല്ല ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്നത് അധികം. ഉണ്ടാവാം വളരെ അപൂർവമായി ചില സ്ഥലങ്ങളിലൊക്കെ. മനുഷ്യൻ നേരിടുന്ന ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മനസമാധാനവും സന്തോഷവും ഒരു സ്വസ്ഥതയും. ഈ കോവിഡ് ഒക്കെ വന്നതിന് ശേഷം ആളുകൾ പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോവുക, പെട്ടെന്ന് ഒരു ശൂന്യത ഉണ്ടാവുക, പെട്ടെന്ന് എന്തോ ഒരു അതായത് എല്ലാ ആളുകളെയും കോമൺ ആയിട്ട് എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. രാത്രി കിടന്ന ഉറങ്ങാൻ പറ്റാതെ വരിക, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റാ പിന്നെ ഒരു ടെൻഷൻ, ഇങ്ങനെ 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 പല രീതിയിലെ ആളുകൾക്ക് ഇത് പ്രശ്നങ്ങളാണ്. ഇത് ഇത് ഇതിനൊരു കൈ സഹായം എന്ന രീതിയിലാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ പൈസ വാങ്ങിക്കൊണ്ടിരുന്ന പലരും പൈസ ഒക്കെ ഒഴിവാക്കി. നമ്മുടെ പ്രോഗ്രാം വന്നതിന് ശേഷം പല ആളുകളും, നമ്മളെ ചെറിയൊരു പ്രോഗ്രാമാണ്, പക്ഷെ ഇത് വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട്. ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്. ആളുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇരിക്കുന്നവരുടെ മാത്രമാണ്. ഇവിടെ ഇരിക്കുന്നവരുടെ മാത്രമല്ല, പുറത്തുള്ള ഒരുപാട് പേരുടെ ആറ്റിറ്റ്യൂഡും സ്വഭാവവും ഒക്കെ മാറുന്നുണ്ട്. ഇന്ന് 41 ദിവസം പൂർത്തിയാക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇന്ന് 41 ദിവസം പൂർത്തിയാക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. ആരും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? വെരി ഗുഡ്. യെസ്. ഒരാളുണ്ട് ട്ടോ. ഇതിന്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞത്. ഇതിന്റെ അഡ്വാൻസ് സ്റ്റേജ്. ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. പക്ഷെ അത് ഇതിൽ 41 ദിവസം പങ്കെടുത്തവർക്കായിരുന്നു നമ്മൾ കൺഫേം ചെയ്തിരുന്നത്. ഓക്കെ. BCC. അപ്പൊ ഇന്ന് നമ്മള് അതിലൊരു വ്യത്യാസം വരുത്തുവാണ്. ഓക്കെ. ഇത്രയും ദിവസവും ക്ലാസ്സിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഫീലിംഗ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫീലിംഗ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം, അല്ലാത്ത ആളുകൾക്ക് മറ്റത് യൂസ് ആവൂല. അഡ്വാൻസ് 100% യൂസ് ആവൂല. വെറുതെ ഇരിക്കാതെ മാത്രമേ സമയം കളയാന്നുള്ളൂ. എന്തെങ്കിലും ഫീലിംഗ് എപ്പോഴെങ്കിലും വന്ന ഒരാൾ ഇതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതിനകത്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ആ, അപ്പൊ കുറെ പേര് ഇപ്പൊ 41 ദിവസത്തിൽ ഒരു ദിവസം നഷ്ടപ്പെട്ട ഒത്തിരി ആൾക്കാർക്ക് ഒരു ആശ്വാസമായിട്ടുണ്ടാവും. ആ, കണ്ടോ? ഓക്കെ.
പക്ഷെ എന്തെങ്കിലും ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വന്നിരിക്കണം. ഇപ്പൊ നിങ്ങൾ പലരും പറയാറില്ല, ഒരു പ്രകാശം കണ്ടു, ഒരു ലൈറ്റ് കണ്ടു, ഒരു വൈബ്രേഷൻ ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും ഒന്ന് എപ്പോഴെങ്കിലും വന്നിരിക്കും. വരാതെ നിങ്ങൾ ഒരു കാരണവശാലും അതിനകത്തേട്ട് വരാൻ പാടില്ല. അഡ്വാൻസ്ഡ് വരാൻ പറ്റില്ല. നമ്മൾ ഇതിനകത്ത് പൈസയല്ല മാനദണ്ഡമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പൈസയുടെ മാനദണ്ഡം അല്ല നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പൈസ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. പൈസയല്ല ഫസ്റ്റ്. നിങ്ങൾക്കൊരു ഫീസ് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളോട് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല ഇതിനകത്ത് നമ്മൾ അഡ്വാൻസ്ഡ് സ്റ്റേജിലേട്ടും പോകുന്നത്. ഒരിക്കലും അങ്ങനെ പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല. ഒരിക്കലും അങ്ങനെ പോകാനും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിന്റെ ഇന്റൻഷനും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ വേറെയാണ്. അത് സമയം വരുമ്പോൾ ഞാൻ നിങ്ങളോട് തീർച്ചയായിട്ടും പറയും. ഓക്കെ. ഇത് നമുക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയൊരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇതെല്ലാം റെക്കോർഡഡ് ആണ്. ഇതിങ്ങനെ തന്നെ ഈ എന്റെ വാക്കുകൾ മുന്നോട്ട് പോകും. ഓക്കെ. സോ ഇതങ്ങനെ ഒരു ഒരു ഇതല്ല. അങ്ങനെ ഒരു പ്രോഗ്രാം അല്ല. എന്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറയും. ആ പറയുമ്പോൾ അതിന്റെ കൂടെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും. നിങ്ങളുടെ ഒന്നും അതിന് തടസ്സാവൂല. നിങ്ങളുടെ വിശ്വാസങ്ങളോ നിങ്ങളുടെ ആചാരങ്ങളോ നിങ്ങളുടെ മറ്റു അനുഷ്ഠാനങ്ങളോ ഒന്നും അതിന് തടസ്സാവൂല. ഇതൊരു വലിയ മിഷൻ, എന്റെ മനസ്സിൽ തോന്നിയ ഒരു വലിയ മിഷന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ആ മിഷൻ ഈ സമൂഹത്തിൽ ഒരാൾക്കെങ്കിലും സമാധാനം പകർന്നു കൊടുക്കുക എന്നുള്ള, ഒരാൾക്കെങ്കിലും ഇതിന് ഭാഗമാകുകയാണ് നിങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് എപ്പോഴും നന്ദിയുണ്ട്. കാരണം നിങ്ങൾ വന്നിരിക്കുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും ആത്മാക്കൾ, ഇത്രയും സോൾസ് വന്നിരിക്കുന്നത്. എത്ര ദിവസമായി? ഒന്നും രണ്ടും ദിവസമല്ല, ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. അതോടൊപ്പം ഈ സമൂഹത്തിലും ഒരു മാറ്റം ഉണ്ടാവണം എന്ന് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ. വയലറ്റ് പ്രകാശോ ചുവന്ന പ്രകാശോ പച്ചപ്രകാശോ എന്നാണേലും പ്രകാശം അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ കയ്യിലൊരു അനക്കം അല്ലെങ്കിൽ ഒരു ഫീലിംഗ് എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാത്തവർ ഇവിടെ തന്നെ ഇരിക്കുക. ആ ഫീലിംഗ് വരുന്നവരെ ഫീലിംഗ് വരും. ഓക്കെ. അല്ലാത്തവർ ഇവിടെ തന്നെ ഇരിക്കുക. ഓക്കെ. വെറുതെ കണ്ണടച്ച് ഇരുന്നാ പോരാ. വെറുതെ ഇരിക്കുമ്പോ കിട്ടുന്ന ഫീലിംഗ് അല്ല, എന്തെങ്കിലും ഒരു 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 സൈൻ. ഇനി അത് വരാൻ വേണ്ടിട്ട് ഇരിക്കരുത് കേട്ടോ ഇന്ന് മുതൽ. അത് വരാൻ വേണ്ടി ഇരുന്നാൽ അത് വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും കണ്ടു എനിക്ക് കണ്ടില്ലോ എന്ന് പറഞ്ഞ ഒരാളോടെ ഇരിക്കരുത് കേട്ടോ. ആ ഗ്രൂപ്പിലൊന്ന് ഫോർവേഡ് ചെയ്തേ റുബീന മാമിന്റെ നമ്പർ. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ ഗ്രൂപ്പിലും ഫോർവേഡ് ചെയ്തോ? എല്ലാ ഗ്രൂപ്പിലും ഫോർവേഡ് ചെയ്യും കേട്ടോ. ഏത് ഗ്രൂപ്പിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണം. അതിനകത്തൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ. ആ ഗ്രൂപ്പ് വഴിയായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനം. ഏത് ഗ്രൂപ്പിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്നുള്ളത്, ഏത് ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിലാണ് നിങ്ങൾ മെമ്പർ ആയിട്ടുള്ളത്, ആ ഗ്രൂപ്പിന്റെ പേര് കൂടി മെൻഷൻ ചെയ്ത് റുബീന മാമിന് വാട്സപ്പ് ചെയ്യുക. ഓക്കെ. അതിലൊക്കെ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒരു നന്ദിയുടെ ഭാഗമാണ്. ഒരാള് വന്നു, ആ ആ ആ ഒരു 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 ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. ഞാൻ ഇന്ന ഗ്രൂപ്പ് വഴിയാണ് വന്നത്. ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ആ ഗ്രൂപ്പിന്റെ മാസ്റ്റർക്ക്, സോൾ ട്രെയിനർക്ക് ഒരു ട്രെയിനർ ഉണ്ട് അതിനകത്ത്. ഓരോ ഗ്രൂപ്പിലും ഓരോ സോൾ ട്രെയിനേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ ആ ഗ്രൂപ്പിൽ വന്ന അവർക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ വരാൻ. ഹാപ്പി അല്ലേ? ഹാപ്പി? ആർ യു ഹാപ്പി? 41 ദിവസം മിസ്സായിട്ട് കയറാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ? മിസ്സായി പോയി. പക്ഷെ നല്ല ഫീലിംഗ് കിട്ടി. കിട്ടിയവര് മാത്രം കേട്ടോ കയറാവുള്ളൂ. അല്ലാത്തവര് വേറല്ലേ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. അല്ലാത്തവര് വെയിറ്റ് ചെയ്യാം കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളുടെ ദിവസം വരും. ഓക്കെ. ആ ദിവസം വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നമ്മള് എന്താണ് ഈ സമൂഹത്തോട് പറയാൻ ശ്രമിക്കുന്നത്? എന്താണ്? മനസ്സിന്റെ ഭയങ്ങൾക്കും ആത്മവിശ്വാസക്കുറവിനും സെൽഫ് ഡൗട്ടിനും മനുഷ്യനെ അലട്ടുന്ന ആങ്സൈറ്റി, സ്ട്രെസ്, ടെൻഷൻ, ഡിപ്രഷൻ, പല പേരുകളിൽ മനുഷ്യൻ അതിനെ വിളിക്കുന്നുണ്ട്. അതിനെല്ലാം അപ്പുറം അതിനെല്ലാം അപ്പുറം യഥാർത്ഥ നിങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. യഥാർത്ഥ നിങ്ങളിലേക്ക് മടങ്ങുക. യഥാർത്ഥ ആത്മാവിനെ കണ്ടെത്തുക. സോൾ, a powerful soul of human being.
അതിശക്തമായ കഴിവുള്ള ഈ മനസ്സിനെയും ഈ ആത്മവിശ്വാസക്കുറവിനെയും ഈ പ്രശ്നങ്ങളെയും ഒക്കെ അതിജീവിക്കാൻ കഴിവുള്ള സ്വയം ആത്മാവിലേക്ക് സ്വന്തത്തെ തന്നെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം. അത് നിങ്ങൾ കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വർഷങ്ങൾ എടുത്ത് ട്രെയിൻ ചെയ്ത് നേടിയെടുക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഒരു വരേണ്യ വിഭാഗത്തിന് മാത്രം, പൈസയുള്ളവന് മാത്രം കൊടുത്തിരുന്നതാണ്. പൈസയുള്ളവന് മാത്രം കാലാകാലങ്ങളായി സപ്ലൈ ചെയ്തിരുന്നതാണിത്. അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ട വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിലൂടെ മനുഷ്യൻ കണ്ടെത്തിക്കൊണ്ടിരുന്നതാണ്. വർഷങ്ങളുടെ ത്യാഗം, 10ഉം 12ഉം 15ഉം 20ഉം വർഷം അന്വേഷിച്ച് നടന്ന് കണ്ടെത്തിക്കൊണ്ടിരുന്നതാണ്. പുരാതന കാലഘട്ടങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഒരു രാജാവിന് പോലും ഇത് കൊടുക്കുമായിരുന്നില്ല. ഒരു രാജാവിന് പോലും ഈ ഒരു സ്വന്തത്തെ കണ്ടെത്തുക എന്ന അത്രയും പവർ ആയിട്ടുള്ള സംഭവം കൊടുക്കൂല. രാജഗുരുക്കൾക്ക് മാത്രം, അതും അവരുടെ മക്കൾക്ക് പോലും പകർന്നു കൊടുക്കും. മക്കൾക്ക് പോലും പകർന്നു കൊടുക്കില്ലായിരുന്നു. പിന്നെ കാലക്രമേണ ഇത് ചുരുക്കം ചില ആളുകളിൽ മാത്രമായി പരിമിതപ്പെടാൻ തുടങ്ങി. സ്വന്തത്തെ കണ്ടെത്തുക, സ്വയം അറിയുക എന്ന അറിവ് എല്ലാ മതങ്ങളും ഇത് പഠിപ്പിച്ചിട്ടും, എല്ലാ മതങ്ങളിലും ഇത് ഉണ്ടായിട്ടും, അത്ഭുതമെന്ന് പറയട്ടെ, ആരും ആ ഒരു സൈഡ്, ഒരു മതങ്ങളുടെയും ആ ഒരു സൈഡ് ഒരു വിജ്ഞാന ശാഖയായിട്ടോ അല്ലെങ്കിൽ ഒരു അറിവായിട്ടോ പഠിപ്പിക്കാൻ തയ്യാറായില്ല. ഇല്ലെങ്കിൽ അതിനെ അവർ ഭയപ്പെട്ടിരുന്നു. അത് പഠിപ്പിക്കാൻ ഭയപ്പെട്ടിരുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും ഈ അറിവ് പുറത്തേട്ട് വരണമെന്നായിരിക്കും ചിലപ്പോ സൃഷ്ടാവിന്റെ, ദൈവത്തിന്റെ, ഈശ്വരന്റെ, അള്ളാഹുവിന്റെ ഒക്കെ ഒരു ഇത് എന്ന് പറയുന്ന ഒരു ടൈമായി എന്നുള്ളതായിരിക്കും. പല രീതിയില്, പല ഭാഷകളില്, പല സൂചനകൾ നൽകുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളും അതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് പോലെ ക്ലാരിറ്റിയോട് കൂടി പല ക്ലാസ്സുകളും പല പ്രോഗ്രാമുകളും പ്രാർത്ഥനയായിട്ട് വരെ ഇതിനെ നൽകുന്നുണ്ട്. ഒരു പ്രാർത്ഥനയാണ് എന്നുള്ള രീതിയിൽ പോലും ഇതിനെ കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരേ വഴിക്കാണ് പോകുന്നത്, എല്ലാം ഒന്നിലേട്ടാണ് പോകുന്നത്. എന്നാൽ പോലും പല രീതിയിൽ ചിലര് ഇതും കൊണ്ട് പൈസ ഉണ്ടാക്കണമെന്ന് അതും തെറ്റല്ല, അതും തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം ഇത് പൈസക്ക് വിൽക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. ഒരറിവാണ്. അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഒരു സർവീസാണ്. ആ സർവീസിന് ഫീസ് ഈടാക്കാം. ഫീസ് ഈടാക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല. എല്ലാം ഒരേ പക്ഷേ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. വേറെ എവിടെയും ഈ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന, 100% ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമോ ഒരു പ്രോഗ്രാമോ ഞാൻ കണ്ടിട്ടില്ല. സാർ എങ്ങോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ള സംശയം ഈ കൂട്ടത്തിലുള്ള ആളുകൾക്കും ഉണ്ടാവാം. സാർ എങ്ങോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്? കുറെ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവാം. കുറെ പേർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇതാണ് വഴി, ഇതാണ് ആ പാത്ത്, ആണ് ആ യാത്രയിലെ വഴി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായ കുറെ പേര് ഇതിനകത്ത് ഉണ്ടാവും. ഒത്തിരി പേര് ചോദിച്ചു കഴിഞ്ഞാൽ അവര് തന്നെ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ഒരു 50 ദിവസത്തോട് അടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്നതിനെ പോലെ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനേക്കാൾ നന്നായി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിവുള്ള ഒരുപാട് പേര് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേര്, ഒന്നും രണ്ടും പേരല്ല, ഒരുപാട് പേര്. എവിടെയാണ് നിങ്ങൾ പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ വ്യക്തമായിട്ട്, അവർക്ക് പ്രത്യേകിച്ച് വലിയ അറിവോ വലിയ ഒരു ജ്ഞാനിയൊന്നും ആവണമെന്നില്ല. ഇതിലിരിക്കുന്ന ഒരു സാധാരണക്കാരൻ പോലും കൂളായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം അതിനുള്ളത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട്. നിങ്ങൾ പറയാത്തോണ്ട് മാത്രമാണ് നിങ്ങളുടെ വായിൽ നിന്ന് അത് വരാ. നിങ്ങൾ സംസാരിക്കാത്തോണ്ട് മാത്രമാണ് നിങ്ങളുടെ വായിൽ നിന്ന് അത് വരാ.
ഞാൻ മനുഷ്യരെ കൊണ്ടുപോകുന്നത് പുരാതന കാലത്തേട്ട് തന്നെയാണ്. ഒന്നുമില്ലാത്തൊരു കാലത്തേട്ട് തന്നെയാണ്. ഒന്നുമില്ലാത്ത. ഈ ലോകം ശബ്ദമയമാകുന്നതിന് മുമ്പ്, ഈ ലോകത്ത് എഴുത്തുകൾ വരുന്നതിന് മുമ്പ്, വായന വരുന്നതിന് മുമ്പ് എന്തായിരുന്നോ മനുഷ്യൻ, യഥാർത്ഥ മനുഷ്യൻ, അതിലേക്ക് തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതിന് സംശയമൊന്നുമില്ല. അതാണ് മനുഷ്യന്റെ യാഥാർത്ഥ്യം. അതാണ് മനുഷ്യൻ. നിങ്ങൾ എന്തൊക്കെ മോട്ടിവേഷൻ പഠിച്ചാലും, എന്തൊക്കെ തെറാപ്പികൾ പഠിച്ചാലും, എന്തൊക്കെ സൈക്കോളജി പഠിച്ചാൽ, എന്തൊക്കെ നിങ്ങൾ നോക്കിയാലും മനുഷ്യന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് റോ റോ ആയിട്ടുള്ള മനുഷ്യൻ. ബാക്കി എല്ലാം പിന്നീട് വന്നാണ്. എല്ലാം ആരാധനാലയങ്ങൾക്ക് വാതിലുകളെല്ലാം പിന്നീട് വന്നതാണ്. ഡോർസ്, ആരാധനാലയങ്ങൾ അടച്ചിടുന്നതെല്ലാം പിന്നീട് വന്നതാണ്. വളരെ അടുത്ത കാലത്ത് വന്നതാണ്. അടുത്ത കാലത്ത് പുസ്തകങ്ങളും എഴുത്തുകളും ഒക്കെ പിന്നീട് വന്നതാണ്. ഈ ലോജിക്കുകളും ഈ മനുഷ്യന്റെ മിടുക്കുകളെല്ലാം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യൻ അങ്ങോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഈ റോബോട്ടിക്കും എല്ലാം നമ്മൾ യൂസ് ചെയ്യും. റോബോട്ടിനെ യൂസ് ചെയ്യും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാം യൂസ് ചെയ്യും. പക്ഷെ അതിനപ്പുറത്ത് ഒരു യഥാർത്ഥ മനുഷ്യനായി നമ്മൾ മാറുകയും ചെയ്യും. അതാണ് അവൻ അവിടെ കിങ് ആയിരുന്നു, രാജാവായിരുന്നു, രാജ്ഞിയായിരുന്നു, രാജാവായിരുന്നു. ആരും അതിലെ നടന്ന ഒരു രാജ്ഞി പോവാണെങ്കിൽ കണ്ണ് പോലും വെട്ടിച്ചു നോക്കൂല, ഒരു മൃഗം പോലും. ഇങ്ങനെ ഒന്ന് വെട്ടിച്ച് ഒളികണ്ണിട്ട് പോലും നോക്കൂല. നോക്കിയാൽ മാത്രമേ നോക്കുള്ളൂ. ഇല്ലെങ്കിൽ കുമ്പിട്ട് നിൽക്കും. കുമ്പിട്ട് നിൽക്കും. ഇവരാരും ഇവിടെ ജീവിച്ചത് അപരിചിതരായിട്ടല്ല. അപരിചിതരായിട്ടല്ല അവർ ജീവിച്ചത്. മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ, ഈ ലോകത്തിന്റെ രാജാക്കന്മാരായിട്ടാണ് അവരിവിടെ ജീവിച്ചത്. രാജാക്കന്മാർ. സിംഹവും പുലിയും കടുവയും മാനും ആനയും ഒന്നും അവന് പ്രശ്നമായിരുന്നില്ല. ഒന്നും പ്രശ്നമായിരുന്നില്ല. ഇന്നും നിങ്ങൾക്ക് കാണാം ഈ പുലിനെയും സിംഹത്തിനെയും ഒക്കെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവരുടെ മുമ്പിൽ അത് കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞത് കൂട്ടിലിട്ട് സർക്കസിന് വേണ്ടി അടിച്ച് ട്രെയിൻ ചെയ്യണതല്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാം. സിംഹമൊക്കെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതും മറിയണതും അതിന്റെ കൂടെയൊക്കെ. എന്താണ് അവരുടെ സൈക്കോളജി അന്നേരം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അത് കണ്ട് രസിച്ചിട്ടുണ്ടാവും. പക്ഷെ അന്നേരം ആ കണ്ട് രസിക്കുന്നതിനപ്പുറത്ത് ഒരു കാര്യമുണ്ട്. അതിനപ്പുറത്ത് അവർ തമ്മിൽ ഉള്ള ഒരു സ്നേഹം ഉണ്ടാവും. സ്നേഹം, ഇഷ്ടം, യെസ്, ലവ് നമ്മൾ മാറിയിട്ടിട്ടുണ്ട്. അതുണ്ടാവും. ആ സ്നേഹമാണ് അവരെ അടുപ്പിക്കുന്നത്. ആ സ്നേഹം. ആ മനുഷ്യൻ നടന്നു വരുമ്പോൾ സിംഹം കുമ്പിട്ടിരുന്നു, ആന അവനെ നോക്കി മുട്ടുകുത്തിയിരുന്നു. ആവശ്യമുള്ളപ്പോൾ അവൻ പുലിപ്പുറത്ത് കയറിയിരുന്നു. ആവശ്യമുള്ളപ്പോൾ അവൻ സിംഹത്തിന്റെ പുറത്ത് കയറിയിരുന്നു. ആവശ്യമുള്ളപ്പോൾ അവൻ ആനപ്പുറത്ത് കയറിയിരുന്നു. ആവശ്യമുള്ളപ്പോൾ അവൻ പ്രപഞ്ചത്തോട്, കാറ്റിനോടും മരങ്ങളോടും ഒക്കെ സംസാരിച്ചിരുന്നു. അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അവന്റെ ആവശ്യങ്ങൾക്ക് ഒരു മരം മുറിക്കുന്നതിന് മുമ്പ് അവൻ മരത്തോട് അനുവാദം ചോദിച്ചിരുന്നു. അവൻ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല. അവൻ ദൈവവുമായി സംസാരിക്കുകയായിരുന്നു. ദൈവവുമായി പ്രാർത്ഥനയായിരുന്നില്ല അവനുണ്ടായിരുന്നത്. പ്രാർത്ഥനയല്ല, ദൈവവുമായി അവൻ സംസാരിക്കുകയായിരുന്നു. ഒരിക്കലും അവൻ പ്രാർത്ഥിച്ചിട്ടില്ല. അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വസിക്കുകയായിരുന്നില്ല. അവനെയും അവന്റെ രക്ഷിതാവിനെയും അറിയുകയായിരുന്നു. അവനെ തന്നെയും അവന്റെ രക്ഷിതാവിനെയും അറിയുകയായി. അതിന് കാരണം എന്താണ്? അതിന് കാരണമാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം അവന്റെ ആത്മാവ് പ്രകാശിച്ചിരുന്നു. അവന്റെ ആത്മാവ് ഉണർന്നിരുന്നു. അതെവിടെങ്കിലും മറഞ്ഞിരിക്കുകയായിരുന്നില്ല പേടിച്ച്. എന്നാണോ മനുഷ്യന് പിന്നീട് മിടുക്കുകൾ കൂടാൻ തുടങ്ങിയത്? മിടുക്കുകൾ, അറിവുകൾ, ഞാനെന്ന ഭാവം, ഞാനാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് എന്ന ഭാവം. അത് ഒറ്റയടിക്കല്ല, പതിയെ തലമുറകൾ കൈമാറി. പേടി, ഭയം,
ജീവജാലങ്ങളെ ഭയം. പതിയെ 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 അത് കേറി വരാൻ തുടങ്ങി. ഇത് കേറി വരാൻ തുടങ്ങിയോട് കൂടി പതിയെ പതിയെ അവൻ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. നേച്ചറുമായിട്ട് അവൻ പൂർണ്ണമായിട്ടും വിച്ഛേദിച്ചു, പൂർണ്ണമായിട്ടും. അവൻ പക്ഷികളുടെ ശബ്ദങ്ങളെ കേൾക്കുന്നത് നിർത്താൻ തുടങ്ങി. അവൻ ഇടിമുഴക്കത്തെ ഭയപ്പെടാൻ തുടങ്ങി. മഴയത്തിറങ്ങിയാൽ പനി വരും എന്ന് പറയാൻ തുടങ്ങി. മഴയത്തിറങ്ങിയാൽ പനി വരും എന്ന് പറയാൻ തുടങ്ങി. മഴയത്ത് മഴകളെ ആസ്വദിച്ച് നൃത്തം ചെയ്യുന്നവൻ നിർത്തി. വലിയ വലിയ മേൽക്കൂരകൾ, വലിയ വലിയ മേൽക്കൂരങ്ങൾ, കൊട്ടാരങ്ങൾ പണിതുയർത്താൻ തുടങ്ങി. എന്നിട്ട് അതിനുള്ളിൽ പേടിച്ച് കഴിയാൻ തുടങ്ങി. വലിയ വലിയ കൊട്ടാരങ്ങളും എല്ലാം പണിതുയർത്താം, എല്ലാം ചെയ്യാം, ഇന്ന് എല്ലാം ചെയ്യാം. പക്ഷേ ആ പേടി മാറണം. പേടി മാറണമെങ്കിൽ അവൻ ഈശ്വരനോട്, ദൈവത്തോട്, സൃഷ്ടാവിനോട്, അള്ളാഹുവിനോട് സംസാരിക്കുന്നത് അവൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത് മാത്രമാണ് പഠിപ്പിക്കുന്നത്. വേറെ ഒന്നുമില്ല. വേറെ ആരും ഇല്ല ഇതിനകത്ത്. നിങ്ങളും നിങ്ങളുടെ സൃഷ്ടാവുമാർ. നിങ്ങളും നിങ്ങളുടെ സൃഷ്ടാവുമാർ. നോ വൺ ഈസ് ദെയർ. നിങ്ങൾ നിശബ്ദരായിരിക്കുമ്പോൾ അത് മാത്രമാണ് സംഭവിക്കുന്നത്. അതിലേട്ട് ഒരു ഒരു ചാനലായി, ഒരു ലൈനായി മാത്രം ഞാൻ വർക്ക് ചെയ്യുന്നു. അത്രയും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇതും കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കണക്ഷൻ ആവും. ഇത് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതിൽ പലരും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരാൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റൂല. എങ്ങനെയാണ് മനുഷ്യൻ ഇതിലേക്ക് മാറിയത്? അവൻ ഈശ്വരനോട്, സൃഷ്ടാവിനോട് സംസാരിക്കുന്നത് നിർത്തിയപ്പോൾ അവന്റെ ഉള്ളിലെ സംശയങ്ങൾ അവനോട് തന്നെ സംസാരിക്കാൻ തോന്നി. പുറത്തുനിന്നല്ല, ഒരിക്കലും പുറത്തുനിന്നല്ല. പുറത്തുനിന്ന് പല സാഹചര്യങ്ങളും ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. ജീവിതത്തിൽ ഇനിയും ഉണ്ടാവും. പുറത്തുനിന്ന് പലരും ഇതൊന്നും കേൾക്കണ്ട, ഇതൊന്നും അറിയണ്ട, ഇതൊന്നും കേൾക്കണ്ട, ഇതൊന്നും പഠിക്കണ്ട, ഇതെന്തിനാണ് ഇതിനൊക്കെ നമ്മൾ പോയിരിക്കുന്നത്, ഈ ടെൻഷൻ അടിച്ച് അങ്ങ് ജീവിച്ച് മരിച്ചു പോയാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ കാണും. പക്ഷെ ആ പുറത്തുള്ളതിനേക്കാൾ അപകടകാരി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങൾ നമ്മളോട് തന്നെ മന്ത്രിക്കുന്നതാണ്. നമ്മോട് ഭയം ഒരിക്കലും പുറത്തുനിന്നല്ല, ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന അകത്തു നിന്നാണ്. അവനവനെ കുറിച്ച് എന്ന് മറന്നു പോകുന്നു, അന്നാണ് ഭയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയ പൊടിക്കുഞ്ഞായിരിക്കുമ്പോൾ അവന് ഒരു അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടാവും, ഒരു പ്രത്യേക അറിവുണ്ടാവും. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പലതും ചിരിക്കും, ഉറക്കത്തിൽ കിടന്ന് ചിരിക്കും, പലതും സംസാരിക്കും, പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവനോ ചിലപ്പോൾ എഴുന്നേറ്റ് തന്നെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും. ഇരുന്ന് തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ ഒറ്റയ്ക്കിരുന്ന് ഒരു കുട്ടി സംസാരിക്കുന്നതെല്ലാം നമ്മൾ കാണും. ആരോടൊക്കെയോ എന്തൊക്കെയോ പറയുന്നതും ചിരിക്കുന്നതും ചിലപ്പോൾ കരയുന്നതും ഒക്കെ കാണും. പക്ഷെ ആ ടൈമിൽ തന്നെ ജീവിതത്തിൽ അവനോ അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിലോ മാതാപിതാക്കൾക്കോ ആർക്കെങ്കിലും പോകുന്ന ഒരു സംഭവത്തെ അവൻ കാണും. അതിന്റെ ഉള്ളിൽ, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ആ സമയത്തെ അവന് പേടി സ്റ്റാർട്ട് ചെയ്യും. ആളുകളെ കാണുമ്പോഴും അത് ഈ ഭൂമിയെ കാണാൻ തുടങ്ങുമ്പോഴും മാതാപിതാക്കളും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് കാണുമ്പോഴും അതിനോടൊപ്പം തന്നെ പേടിയും സ്റ്റാർട്ട് ചെയ്യും. ഇതിനോടൊപ്പം തന്നെ സ്വന്തത്തെക്കുറിച്ച് അവൻ മറക്കാൻ തുടങ്ങും. പിന്നീട് ആദ്യം ഭയം ഇംപ്ലിമെന്റ് ചെയ്യും. ഭയം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഭയം വന്നു കഴിഞ്ഞാൽ അടുത്ത എന്താണ്? ഈ ഭയത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അഹങ്കാരം വരും. ഞാനാണെല്ലാം. ഈ ഭയത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോകം അവനോട് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്, നീ ശരിക്കും ഇങ്ങനെ പ്രകടിപ്പിക്കണം, നീ ഉച്ചത്തിൽ സംസാരിക്കണം, ഇത് ചെയ്യാൻ പറ്റാത്തവൻ ഭീരുവായിട്ട് ജീവിക്കും. ഇത് ചെയ്യുന്നവൻ ഞാനാണ് വലിയ ആള്. ഒന്നുമല്ല.
ഒന്നുമല്ല, അവൻ ടെൻഷൻ അടിച്ച് മരിക്കുമായിരിക്കും അവന്റെ ഉള്ളിൽ. ആ ഭയങ്കര ഭയങ്കര തന്റേടി എന്ന് പറയുന്നവനുണ്ടല്ലോ, അവന്റെ ഉള്ളില് അവന്റെ ഉള്ളില് ഉള്ളിൽ കയറി നോക്കണം. ഉള്ളിലൊന്ന് കയറി നോക്കാൻ പറ്റിയാൽ മനസ്സിലാവും അവിടെ എന്താണ് കൊടുങ്കാറ്റും പേമാരിയും സുനാമി ആയിരിക്കും, സുനാമി. ഈ അഹങ്കാരത്തിൽ നിന്നും അടുത്ത് എന്താവും? അടുത്ത് നിയന്ത്രണം വരും, നിയന്ത്രണങ്ങൾ. അത് പാടില്ല, ഇത് പാടില്ല, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അങ്ങനെ പിരിമുറുക്കത്തിലുള്ള ഒരു ലോകത്തിലായിരിക്കും പിന്നെ ജീവിക്കുന്നത്. പിരിമുറുക്കത്തിലുള്ള ലോകം, മൊത്തം പിരിമുറുക്കം. ഇന്ന് ലോകം മുഴുവൻ എന്നിട്ട് മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യനെ ശക്തിപ്പെടുത്തേണ്ടത് എന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ. ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഒരു 10, 15, 20 വർഷമായിട്ട് മനസ്സിനെ ശക്തിപ്പെടുത്താൻ മൈൻഡ് പവർ പഠിപ്പിക്കുന്നു. മൈൻഡ് പവർ. ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. കാരണം മൈൻഡ് പവർ എന്ന് പറഞ്ഞാലേ നിങ്ങൾ വന്നിരിക്കുള്ളൂ. മൈൻഡ് പവർ എന്ന് പറഞ്ഞാലേ നിങ്ങൾ വന്നിരിക്കുള്ളൂ. ആ രീതിയിൽ ആയി. മൈൻഡ് പവർ ഉണ്ടെങ്കിൽ എന്തും നേരിടാം. മനഃശക്തിയാണ് എല്ലാം. ആ മനഃശക്തി, നിങ്ങൾക്ക് മനസ്സിന്റെ ശക്തി കൊണ്ട് എന്തും നേടാം. മനഃശക്തി കൂട്ടിയ എന്തും നേടാം. ധൈര്യമായിരിക്കുക. അവർ പഠിപ്പിക്കുക അങ്ങനെയാണ്, ധൈര്യമായിരിക്കുക. എപ്പോഴും ഉച്ചത്തിൽ പറയുക, സ്ട്രോങ് ആയിട്ടിരിക്കുക, മിടുക്കനായിരിക്കുക, കൂടുതൽ കൂടുതൽ മിടുക്കനാകുക. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ശാശ്വതമായ സമാധാനം തരുന്നുണ്ടോ? ആർക്കെങ്കിലും ശാശ്വതമായ സമാധാനം? എന്തുകൊണ്ട് കിട്ടുന്നില്ല? അതല്ല സയൻസ്. നിങ്ങളുടെ ആത്മാവ് താഴെ 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 നിലവറയിൽ, തടവറയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്ര വലിയ കോട്ടകൾ പണിതിട്ട് എന്താണ് കാര്യം? ആ കോട്ട കുറച്ച് നിമിഷത്തേക്കുണ്ടാവും, അത് കഴിയുമ്പോൾ അത് തകർന്ന് താഴെ വീഴും. അതാണ് സയൻസ്. ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കണം, സ്വതന്ത്രമാക്കണം. ആത്മാവ് വളരുകയല്ല, ആത്മാവ് വളരാനൊന്നും പോണില്ല. ആത്മാവ് എപ്പോഴും ഒരേ പവറാണ്. ആത്മാവിന് എപ്പോഴും ഒരേ പവറാണ്. ജനിച്ച അന്ന് മുതൽ മരണം വരെ ഒരേ പവർ, ഒരേ പ്രായം, ഒരേ കഴിവ്. എന്തും എന്തും സാധിക്കുന്ന കഴിവ്. അതാണ് ആത്മാവ്. ആ ആത്മാവിനെ തടവറയിൽ, ഏറ്റവും താഴത്തെ നിലവറയിൽ ഇട്ട് പൂട്ടിയിട്ട് നിങ്ങൾ മുകളിൽ മനസ്സിന് ശക്തി നേടിയിട്ട് എന്ത് കാര്യം? എന്ത് കാര്യം? എല്ലാരും ഇപ്പൊ മനസ്സിന് മൈൻഡ് പവർ കൂട്ടുവാണ്. മൈൻഡ് പവർ കൂട്ടിയിട്ട് ആത്മാവിനെ അവഗണിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങൾ പഴയ കാറിന് പെയിന്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. എഞ്ചിൻ നന്നാക്കുന്നില്ല. കാറിന് പുറത്ത് പെയിന്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. ഉള്ളിലെ മുത്ത് മറഞ്ഞിരിക്കുകയാണ്. ഉള്ളിലെ അമൂല്യമായ മുത്ത് മറഞ്ഞിരിക്കുകയാണ്. നിങ്ങള് പുറന്തോട്, അതിന്റെ പുറന്തോട് മിനുസപ്പെടുത്തുവാണ്. മനസ്സ് പറയും നിങ്ങളോട് സ്വയം തെളിയിക്കൂ. മനസ്സ് പറയും നിങ്ങളോട് നിങ്ങൾ സ്വയം തെളിയിക്കൂ. എന്നാൽ ആത്മാവ് നിങ്ങളോട് പറയും സ്വയം നിങ്ങളെ അറിയൂ. നിങ്ങളൊന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. നിങ്ങൾ അറിഞ്ഞാൽ മാത്രം നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി, നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളുടെ ലൈഫ്. നിങ്ങൾ അകത്തേട്ട് തിരിഞ്ഞൊന്ന് നോക്കിയാൽ മതി. അകത്തേട്ട് തിരിഞ്ഞൊന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെ ആത്മാവ് ഉണരുന്നത് വരെ മാത്രം മതി. എന്റെ പോലും സഹായം. ഇതിനപ്പുറം നിങ്ങൾക്ക് ആവശ്യമില്ല. അതിനപ്പുറം നിങ്ങൾക്ക് ആവശ്യമില്ല. ആത്മാവ് ഉണരുന്നത് വരെ മാത്രം മതി. ഞാൻ പോലും. അത് ഇന്ന് ഉണരുമോ നാളെ ഉണരുമോ എന്നൊന്നും എനിക്ക് പറയാൻ കഴിയൂല. അതൊക്കെ ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിരിക്കും. ഓരോരുത്തരുടെ അർപ്പണ ബോധത്തിനും സമർപ്പണത്തിനും അനുസരിച്ചിരിക്കും. അതാണ് കപ്പാസിറ്റി. അല്ല മിടുക്കല്ല കേട്ടോ. മിടുക്കാന്ന് ചിന്തിക്കരുത്. എന്റെ മിടുക്കൊണ്ട് ഞാൻ പെട്ടെന്ന് നേടാൻ പറ്റുന്നതാണല്ല ഇത്. ഇതങ്ങനെ നേടാൻ പറ്റൂല.
എങ്ങനെ നിങ്ങൾ സറണ്ടർ ചെയ്യുന്നുവോ, സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ സമർപ്പിക്കുന്നുവോ, എങ്ങനെയാണ് ബുദ്ധൻ തന്റെ രാജകൊട്ടാരം പോലും സമർപ്പിച്ച് ഇറങ്ങി പുറത്തേട്ട് ഇറങ്ങിപ്പോയത്, എങ്ങനെയാണോ എബ്രാഹാം തന്റെ മക്കളെ പോലും മക്കളെ പോലും സമർപ്പിക്കാൻ തയ്യാറായത്, സമർപ്പണമായിരുന്നു അത്, സമർപ്പണം എന്നേ ഞാൻ പറയുള്ളൂ, സമർപ്പിക്കാൻ തയ്യാറായത്. എങ്ങനെയാണ് മുഹമ്മദ് നബി തന്റെ മാതാപിതാക്കളെല്ലാം പോയിട്ടും പൂർണ്ണമായിട്ടും എല്ലാം വിട്ട് എല്ലാം സമർപ്പിച്ചത്, എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ എല്ലാം സമർപ്പിച്ചത്, എല്ലാം, ഒന്നും ഉണ്ടായിരുന്നില്ല, നോ അറ്റാച്ച്മെന്റ്സ്. ഞാൻ സമർപ്പിക്കുന്നവന് ചിലപ്പോ ഒറ്റ ദിവസം കൊണ്ട് കിട്ടും, ഒറ്റ ദിവസം കൊണ്ട്. അല്ലാത്തവന് ഇതൊന്നും കിട്ടൂല. പതിയെ അവൻ സമർപ്പിക്കുന്നത് വരെ സമർപ്പിക്കുന്നത് വരെ. ലോകത്ത് ഒരു ശക്തിക്കും ഒരു മിടുക്കിനും നിങ്ങൾക്ക് സമാധാനം നൽകാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇതിന് മാത്രമേ സമാധാനം നൽകാൻ, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ സമാധാനം പ്രൊവൈഡ് ചെയ്യാൻ കഴിയൂ. ആ നിങ്ങളെ നിങ്ങൾ കണ്ടെത്തിയാൽ രക്ഷപ്പെട്ടു, തീർന്നു. അത് വലിയ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമൊന്നുമല്ല. ആർക്കും, ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റും, ഒരു സാധാരണക്കാരൻ. ആ സാധാരണക്കാരന് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിക്കുന്നത്. ഒരു സാധാരണക്കാരന് ചെയ്യാൻ. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ഒരു മോട്ടിവേഷൻ കേട്ട് പോവല്ല ആരും. ഇവിടെ എല്ലാവരും അത് ഫീൽ ചെയ്തിട്ടാ പോകണം. ഫീൽ ചെയ്തിട്ട് പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പിറ്റേ ദിവസവും എത്ര ദിവസമായി ഇത് തുടർച്ചയായി പങ്കെടുക്കുന്ന എത്ര പേരുണ്ട്? ആത്മാർത്ഥമായിട്ട് എത്രയോ ആത്മാർത്ഥമായിട്ട് അവരുടെ ഉള്ളിൽ എനിക്ക് കാണാൻ പറ്റുന്നു. അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അവർ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. എനിക്കിത് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് മാത്രം വിചാരിച്ചിട്ട് കയറിയിരിക്കുന്ന എത്ര പേരുണ്ട്? ഒന്നും രണ്ടും മൂന്നും 10 പേരൊന്നുമല്ല, ഒരുപാട് പേര്. എല്ലാ ദിവസവും രാവിലെ. ഞാനതാ പറഞ്ഞ, അതേ പഴമയിലേട്ടാണ് പോകുന്നത്. ഒരിക്കലും പഴയ മനുഷ്യൻ ആത്മാക്കളെ ഭയപ്പെട്ടിരുന്നില്ല, സോൾസിനെ ഭയപ്പെട്ടിരുന്നില്ല, സ്പിരിറ്റിനെ ഭയപ്പെട്ടിരുന്നില്ല. അവരോട് സംസാരിക്കുകയായിരുന്നു. അവരൊരിക്കലും ദൈവം, സൃഷ്ടാവ് യാഥാർത്ഥ്യമാണോ എന്നൊന്നും ചോദിച്ചില്ല. കാരണം അവൻ അറിയാമായിരുന്നു. അവൻ അതിനോടൊപ്പം സഞ്ചരിക്കുമായിരുന്നു, അതിനോടൊപ്പം. അവരൊരിക്കലും അത് യാഥാർത്ഥ്യമാണോ, സൃഷ്ടാവ്, ദൈവം, ഈശ്വരൻ യാഥാർത്ഥ്യമാണോ, അള്ളാഹു യാഥാർത്ഥ്യമാണോ എന്നൊന്നും ആരും ചോദിച്ചില്ല. ഇത്രയും ഡിവൈഡ് ഉണ്ടായിരുന്നില്ല. പലരും ഡിവൈഡ് ചെയ്ത് കളഞ്ഞു. വ്യത്യസ്ത രീതിയിൽ പല രീതിയിലുള്ള പൊളിറ്റിക്സ് ഡിവൈഡ് ചെയ്ത് കളഞ്ഞു എല്ലാരും, വ്യത്യസ്ത രീതിയിൽ. വന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എല്ലാരും വന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനുശേഷം വന്നവർ അതിനെ ഒരു ഉപജീവന മാർഗമാക്കി മാറ്റി. അതിനെ ഒരു ഉപജീവന മാർഗമാക്കി. ഇപ്പൊ ഡിവൈഡ് ആൻഡ് റൂൾ ഉണ്ടായി. അപ്പൊ എന്ത് പറ്റി? ആർക്കും ഇത് കണ്ടെത്താൻ പറ്റാതെയായി, ആർക്കും. അതുകൊണ്ട് തന്നെ ആ നിർഭയത്വം എന്ന് പറയുന്നത് ഒരിക്കലും അഹങ്കാരമായിരുന്നില്ല. ആ നിർഭയത്വം, മറ്റത് അഹങ്കാരത്തോടുകൂടിയുള്ള നിർഭയത്വം. പക്ഷെ ഈ നിർഭയത്വം ബിയോണ്ട് ദ ലിമിറ്റ്സ്, ബിയോണ്ട് ദ റൂൾസ്, ബിയോണ്ട് ദ വേൾഡ്, എല്ലാത്തിനും മേലെ, അത് അഹങ്കാരമല്ല. അതൊരിക്കലും അഹങ്കാരമല്ല. അത് ആത്മാവബോധമായിരുന്നു. ആത്മാവബോധം. ആരാണ് നീ എന്ന ബോധ്യം. ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ നിനക്ക് ലിമിറ്റേഷൻസ് ഇല്ല. ഒരു റൂളും പിന്നെ നിനക്ക് ബാധകമല്ല. ഒന്നും ബാധകമല്ല. അത് നിശ്ചലതയ്ക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ പലതും നിറച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ റീൽസ് കണ്ടുകൊണ്ട് തന്റെ മനസ്സ് നിറച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയോ കേട്ടുകൊണ്ട് തന്റെ ചെവി നിറച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് തന്റെ വയറ് നിറയ്ക്കുന്നു. എന്തൊക്കെയോ ഉണ്ടാക്കി തന്റെ പണപ്പെട്ടി നിയന്ത്രിക്കുന്നു. അപ്പോഴൊക്കെ സമാധാനവും നിർഭയത്വവും അവന് അകന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അവന് നിശ്ചലതയ്ക്ക്, ജസ്റ്റ് ഫ്രീസ്. ചുരുങ്ങിയ നിമിഷം, ബാക്കി നിമിഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ.
ഇതെല്ലാം നിങ്ങൾ അവിടെ നിറയ്ക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് അവിടെ പട്ടിണി കിടക്കുവാണ്. ആ പട്ടിണി ആത്മാവിന് ഭക്ഷണം കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? നിങ്ങള് ബാക്കിയെല്ലാം നിറയ്ക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾ നിറയ്ക്കുന്നുണ്ട്. എല്ലാം നിറയ്ക്കുമ്പോഴും നിങ്ങളുടെ ആത്മാവ് പട്ടിണിയിലാണ്. പ്രിയ ആത്മാക്കളെ, പ്രിയ സോൾസ്, ഞാൻ എന്റെ ഉള്ളു തുറന്ന്, ഹൃദയം തുറന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരിക്കലും ആത്മാവ് അലറുന്നില്ല. അത് മന്ത്രിക്കുകയാണ്, അത് നിശബ്ദതയിലാണ്, അത് നിശ്ചലതയിലാണ്. അത് നിങ്ങളെ തള്ളിക്കളയുന്നില്ല. നിങ്ങളുടെ സ്വന്തം വീട്ടിലിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം വീട് എന്ന് പറയുന്നത് ഏതെങ്കിലും വിദൂരമായ ആരാധനാലയങ്ങളിലോ, ഏതെങ്കിലും നക്ഷത്രങ്ങളിലോ, ആകാശത്തിലോ, സൂര്യനിലോ, ചന്ദ്രനിലോ ഒന്നുമല്ല. 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 ആ പവിത്രമായ ആരാധനാലയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലാണ്. അത് നിങ്ങളുടെ ചിന്തകളല്ല, വികാരങ്ങളല്ല, നിങ്ങളുടെ ബുദ്ധിയല്ല, നിങ്ങളുടെ മിടുക്കല്ല. ഒരിക്കലും കെട്ടുപോകാത്ത നിങ്ങളുടെ ജ്വാലയാണ്. നിങ്ങളുടെ ജ്വാല. അതിനെ കത്തിക്കാനാണ് പറഞ്ഞത്. അതിനെ കത്തിക്കാൻ. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ അറിയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ എല്ലാ ഭയങ്ങളും കീഴടങ്ങും. എല്ലാ ഭയങ്ങളും നിങ്ങൾക്ക് കീഴടങ്ങും. നിങ്ങളെ സലാം വയ്ക്കും. സലാം വയ്ക്കും. നിങ്ങളുടെ മനസ്സ് മൃദുവായി മാറും. മനസ്സ് മൃദുവായി മാറും. എല്ലാത്തിനെയും ഭരിക്കണം. എല്ലാത്തിനെയും നിയന്ത്രിക്കണം. എന്റെ കീഴിൽ വന്നം എല്ലാരും. എന്റെ മക്കൾ, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, ബന്ധു, എല്ലാരും എന്റെ കൺട്രോളിലായിരിക്കണം. ആ നിയന്ത്രണം പോവും. ഒരിക്കലും അത് ഭരിക്കാൻ ശ്രമിക്കൂല. ആ മനസ്സ് മൃദുവാവും. ഓട്ടോമാറ്റിക്കലി മനസ്സ് മൃദുവാവും. നിങ്ങളും ആ ആദിമ മനുഷ്യനെ പോലെ നടക്കും. രാജാവായി, കിങ്ങായി, നിർഭയനും. നിങ്ങളാണ് ഈ ലോകത്തിന്റെ കേന്ദ്രം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഓരോരുത്തരും ഒരു ഡിവൈൻ പ്രസന്റ്, ദിവ്യൻ എന്ന് പറയും. ദിവ്യനായി മാറും. ദിവ്യൻ. ഇത് വെറുതെ ദൈവത്തിൽ വിശ്വസിക്കുകയല്ല നിങ്ങൾ എല്ലാരും ചെയ്യും പോലെ. നിങ്ങള് ദൈവത്തിന്റെ തന്നെ തെളിവായി മാറും. ദൈവത്തിന്റെ തന്നെ തെളിവായി ഒരു മനുഷ്യൻ മാറിക്കഴിഞ്ഞാൽ ആ വിശ്വാസം എവിടെയാണ്? ഇത് ഫിലോസഫി അല്ല, ഇത് തത്വചിന്തയല്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ് യാഥാർത്ഥ്യം. ഒരു ചോദ്യത്തിലൂടെയാണ് നമ്മൾ ഇതിനകത്ത് കിടക്കുന്നത്. ആരാണ് നമ്മളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ചോദിക്കുക. എന്നിട്ട് കേൾക്കുക നിശബ്ദമായിട്ട് കേൾക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ. ആരാണ്? 24 മണിക്കൂറും ഒരു CCTV നിങ്ങൾ മനസ്സിൽ കാണുക. CCTV പോലെ നിങ്ങളുടെ നന്മയും തിന്മയും, നിങ്ങളുടെ ചെറുതും വലുതും, നിങ്ങളുടെ കണ്ണിമ വെട്ടലും, നിങ്ങളുടെ ചലനങ്ങളും എല്ലാം 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 ആരാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ചോദ്യം ചോദിക്കുക. കംപ്ലീറ്റ് സറണ്ടർ, സമർപ്പിക്കുക. തീർന്നു. സൈലൻസ്. ഫ്രീസ്. ജസ്റ്റ് ഫ്രീസ്. പിന്നെ കേൾക്കുകയാണ്. പിന്നെ നമ്മൾ ചോദിക്കുകയല്ല. ഈ ഭയം, ഈ നിയന്ത്രണം, എല്ലാരെയും നിയന്ത്രിക്കണമെന്ന മോഹം, അഹങ്കാരം, ഇതൊക്കെ വരുന്നതിന് മുമ്പ് ആരായിരുന്നു? നിങ്ങൾ പഠിച്ചത് എന്തെങ്കിലും ആണോ? നിങ്ങൾ നേടിയത് എന്തെങ്കിലും ആണോ? ഒന്നുമല്ല. നിങ്ങളുടെ ജോലിയാണോ? നിങ്ങളുടെ പൊസിഷനാണോ? നിങ്ങളുടെ പേര് പോലും അല്ല. അവിടെയാണ് നമ്മൾ മനുഷ്യന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. അവിടെയാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ രഹസ്യം, സീക്രട്ട്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് പേടി ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പേടി ഉണ്ടാവരുത്. ഭയം ഉണ്ടാകരുത്. ഇന്നു മുതൽ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം. ഈ ഭയം എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ഒരു സമൂഹം ജീവിച്ചിരുന്നു. ഈ ഭൂമിയിൽ തന്നെ ഒരു സമൂഹം ജീവിച്ചിരുന്നു. ഒരു വലിയ കാടിന്റെ ഉള്ളിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. വലിയ കാടുകളുടെ ഉള്ളിൽ, വലിയ വനങ്ങളുടെ ഉള്ളിൽ. പട്ടണങ്ങളോ നഗരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യമാണിത്. സത്യം. ഇത് ഞാൻ പറഞ്ഞു തരണ്ട. ഇതാണ് ഹിസ്റ്ററി.
ഹിസ് സ്റ്റോറി, അവന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇതാണ്, അവന്റെ കഥ എന്ന് പറയുന്നത് ഇതാണ്. കാടിനുള്ളിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്, കാടിനുള്ളിൽ. ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഉണ്ടായത് പിന്നീടാണ്. ആ ഗ്രാമങ്ങൾ ഉണ്ടായപ്പോൾ പോലും മനുഷ്യന് അറിയാമായിരുന്നു അതിനുള്ളിൽ നിർഭയനായി മനുഷ്യൻ താമസിക്കുന്നുണ്ട് എന്നുള്ളത്. കുറെ മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു പണ്ട്. ആ ഗ്രാമത്തിനടുത്ത് കാടും ഉണ്ടായിരുന്നു. ആ കാട്ടിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ഇതെല്ലാം തുടങ്ങിയപ്പോൾ, ഈ ഭയം വന്നതിന് ശേഷമുള്ള ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. ഗ്രാമത്തിൽ കുറെ ആളുകൾ ജീവിച്ചിരുന്നു, കാട്ടിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ കാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യന് ഭ്രാന്താണ് എന്നാണ് ഈ ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ ഇങ്ങനെ മരങ്ങളോട് സംസാരിക്കും, രാത്രിയോടെ എവിടെയോ കിടക്കും. അവൻ ചിലപ്പോ സിംഹത്തിന്റെ അരികിൽ ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോ പുലിയുടെ അടുത്തിരിക്കുന്ന ഒരു പൂച്ചനെ കളിപ്പിക്കുന്ന പോലെ ഇരുന്ന് കളിപ്പിക്കുന്നുണ്ടാവും. അവൻ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് ഈ ഗ്രാമവാസികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരന് ഭയങ്കര ആകാംക്ഷ, ഇതെന്താണെന്നറിയണം. ഈ പുള്ളി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഈ പുള്ളി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഈ പുള്ളിക്ക് ഒന്നിനെയും പേടിയില്ലേ, എന്താണ് എന്ന് അറിയാനുള്ള ആകാംക്ഷ. നല്ല ബുദ്ധിമാനും നല്ല അറിവുള്ളവനും നല്ല അതിമോഹിയും എല്ലാം അറിയാവുന്നവനാണ് അവൻ. ഭയങ്കര ഭയങ്കര കഴിവുള്ളവനായിരുന്നു. പക്ഷെ അവന്റെ ഉള്ളില് ഭയങ്കര ഉത്കണ്ഠയായിരുന്നു. ഭയങ്കര ഉത്കണ്ഠ. എന്നാണ് അറിയണം, എന്താന്ന് അറിയുന്നില്ല, എന്നാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. എന്തോ ഒരു ടെൻഷൻ, എന്തോ ഒരു ശൂന്യത. അങ്ങനെ ഇയാളാണെങ്കിൽ ഇങ്ങനെ വളരെ ഇതായിട്ട് കൂളായിട്ട് ജീവിക്കുന്ന കണ്ടപ്പോൾ ആ മനുഷ്യന്റെ സത്യം എന്താണ് എന്ന് അറിയാൻ വേണ്ടി ഈ ചെറുപ്പക്കാരൻ ആ കാട്ടിനകത്തിട്ട് പോയി. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു സന്ധ്യാസമയം, ഈ മനുഷ്യൻ അവിടെ ഇരുന്ന് കുറച്ച് വിറകൊക്കെ വച്ച് തീയും കാഞ്ഞിങ്ങനെ ഇരിക്കുന്നു. വളരെ നിശ്ചലമായ ഒരു ഇതോടു കൂടി അയാൾ ഇരിക്കുന്നത്. അയാളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അയാൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ഒന്നിനെയും ഭയപ്പെടുന്നില്ല. അയാളുടെ മുഖത്തിട്ട് നോക്കിയാൽ അറിയാം. ഒന്നിനെയും, ബിയോണ്ട് ദ ലിമിറ്റ്സ്, ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ഈ ചെറുപ്പക്കാരൻ, ആദിൽ എന്ന് വിളിക്കാം അവനെ. ആദിൽ ചോദിച്ചു, അല്ലയോ, താങ്കൾ ഈ കാട്ടുമൃഗങ്ങളോടൊപ്പം ജീവിക്കുന്നു, താങ്കൾക്ക് മരണത്തെ ഒന്നും പേടിയില്ലേ? ഈ ലോകം ഇത് അപകടം പിടിച്ചതാണ്. ഏത് സമയത്തും ഇവര് തിരിഞ്ഞു കുത്തും, ഏത് സമയത്തും നിങ്ങളെ ആക്രമിക്കും എന്നറിയില്ലേ? ഞാൻ ഇതിന്റെ സീക്രട്ട് അറിയാമെന്നാ. ആ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് സിംഹത്തിനെയും പേടിയില്ല, കടുവേനെയും പേടിയില്ല, ആനേനെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല. കാരണം ഞാൻ ആരാണ് എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആരാണ് എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നിനക്ക് ആ ഓർമ്മയില്ല. മനസ്സിലായോ? നിനക്ക് ആ ഓർമ്മയില്ല. ഇപ്പോ ആദില് ചോദിച്ചു, ഈ മനുഷ്യനോട് ചോദിച്ചു, നീ ആര്, പ്രവാചകനാണോ, അതേ ഒരു മന്ത്രവാദിയാണോ, ഒരു മാന്ത്രികനാണോ, ആരാണ് നീ? ഇപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വെറും ഒരു സാധാരണക്കാരൻ, വെറും ഒരു സാധാരണക്കാരൻ. പക്ഷേ ഈ കത്തുന്ന തീ കണ്ടോ, ആ തീയിലെ ജ്വാലയാണ് ഞാൻ, ജ്വാല. അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം അത് കത്തുക എന്നുള്ളത്, അത് പ്രകാശിക്കുക എന്നുള്ളത് അതിന്റെ സ്വഭാവമാണ്. അതാരും കത്തിക്കണ്ട. കത്തുക എന്നുള്ളത് അതിന്റെ സ്വഭാവമാണ്. ആ മനുഷ്യൻ ആദിലിനോട് പറഞ്ഞു, നിന്റെ മനസ്സ് മാത്രമേ കൂടുകൾ പണിയുന്നുള്ളൂ, ചുറ്റും മതിലുകൾ പണിയുന്നുള്ളൂ, ചുറ്റും സെപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. ആത്മാവ് ആ പണി ചെയ്യുന്നില്ല, അത് ഭയപ്പെടുന്നില്ല. ഈ മനുഷ്യൻ ആദിലിനോട് ചോദിച്ചു, നിനക്ക് സിംഹത്തിനെ ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമൊക്കെയാ, പക്ഷെ പേടിയാ. ആ മനുഷ്യൻ ആദിലിനോട് പറഞ്ഞു, നീ വാ, ഞാൻ സിംഹത്തിനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കാടിനകത്തേട്ട് കൊണ്ടുപോയി. അകത്തേട്ട് ഒരു പ്രാർത്ഥന പോലെ അവർ നടന്നു. തെളിഞ്ഞ സൂര്യപ്രകാശമുള്ള ഒരു സ്ഥലത്തേട്ട് നേരം വെളുത്തപ്പോൾ, അന്ന് നേരം വെളുത്തപ്പോൾ അവരെത്തി. എത്തിയപ്പോൾ നല്ല സ്വർണ്ണ നിറമുള്ള വലിയ ഒരു സിംഹം ഇങ്ങനെ കിടക്കും. അതിന്റെ ഹൃദയം ഭയത്താൽ
ടക 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 ടകേന്ന് ഇടിക്കാൻ തുടങ്ങി. ഇടി മുഴങ്ങാൻ തുടങ്ങി. ഇടി മുഴങ്ങാൻ. അവൻ ഓടാൻ വേണ്ടി തിരിഞ്ഞു സംശയത്തോടെ. സംശയത്തോടെ അവൻ ഓടാൻ വേണ്ടി തിരിഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ, ആ സന്യാസി വര്യൻ, ആ ഗുരുവര്യൻ അവന്റെ നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിശ്ചലനായിരിക്കുക, നിശ്ചലനായിരിക്കുക, ജസ്റ്റ് ഫ്രീസ്, നിശബ്ദമായിരിക്കുക.